السلام عليكم ورحمة الله وبركاته. الحمد لله ذي القوة المتين جعل الشباب قوة بين ضعفين، وأشهد أن لا إله إلا الله وأشهد أن سيدنا ونبينا محمد رسول الله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه ومن اتبع هداه. أما بعد. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഓഗസ്റ്റ് മാസം 16-ാം തീയതി മുറൂഅത്തു ശബാബ് എന്ന ശീർഷകത്തിൽ യുവത്വത്തിൻ്റെ പ്രാധാന്യവും യുവത്വം ഫലപ്രദമായി വിനിയോഗിക്കുവാനുള്ള ശക്തമായ ആഹ്വാനവുമാണ് ഈ ജുമുഅ ഖുതുബ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചയക്കപ്പെടുന്ന ഒരു ദിനം നിങ്ങൾ സൂക്ഷിക്കുക. സത്യവിശ്വാസികളെ, യുവത്വമെന്നത് ഒരാളുടെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. അതുകൊണ്ടാണ് യുവത്വം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്: ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 കാര്യങ്ങൾ ആഗതമാവുന്നതിനു മുമ്പ് അതിൻ്റെ വിപരീതങ്ങളായ 5 കാര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. അതിലൊന്നാമതായി പ്രവാചകർ പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക്. വാർദ്ധക്യം കടന്നു വരുന്നതിനു മുമ്പ് യുവത്വത്തെ വിനിയോഗിക്കണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളുടെ യുവത്വം അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് മതത്തിൻ്റെ ചര്യകളെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. മതത്തിൽ നിങ്ങൾ പ്രവേശിക്കേണ്ടുന്നത് പ്രവാചകർ പറഞ്ഞിരിക്കുന്നത് പോലെ ഔഗിലൂ ഫീഹി ബിരിഫ്ഖ്, മൃദുലമായി ശാന്തമായാണ്. മതകാര്യങ്ങളിൽ കാഠിന്യമോ കടുംപിടുത്തമോ ഉണ്ടായിക്കൂടാ. കാരണം നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളിൽ നിന്നു പ്രതീക്ഷിക്കുന്നത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ആഗ്രഹിക്കുന്നത്, പ്രയാസമല്ല. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദുൽ ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലൂ മൈലൻ അളീമാ. അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമെന്നുദ്ദേശിക്കുന്നു. എന്നാൽ താന്തോന്നികളായി കഴിയുന്നവരാഗ്രഹിക്കുന്നത് നിങ്ങൾ നേർവഴിയിൽ നിന്ന് അങ്ങേയറ്റം അകന്നു പോകണമെന്നാണ്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും. അള്ളാഹു നിങ്ങളുടെ ഭാരം കുറക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, മാതാപിതാക്കളോട് നന്നായി സഹവർത്തിച്ചുകൊണ്ടും അവർക്കു നന്മ ചെയ്തുകൊണ്ടും അവർ നിങ്ങളെ സംരക്ഷിക്കുവാനായി ഉറക്കമൊഴിച്ച രാവുകളെ വിലമതിച്ചുകൊണ്ടും നിങ്ങളെ ശിക്ഷണം ചെയ്യുവാനായി അവർ കൈക്കൊണ്ട സുന്ദരമായ ക്ഷമയെ ഓർത്തുകൊണ്ടും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമയാവുക, ആനന്ദമാവുക. അള്ളാഹുവിൻ്റെ വാക്കിനെ നിങ്ങൾ ശിരസാവഹിക്കുക. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. കാരുണ്യപൂർവം വിനയത്തിൻ്റെ ചിറക് മാതാപിതാക്കൾക്കു താഴ്ത്തിക്കൊടുക്കുക. അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക: എൻ്റെ നാഥ, കുട്ടിക്കാലത്ത് അവരിരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ. പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ രാജ്യത്തിൻ്റെ സൗഭാഗ്യമാണ്. അതുകൊണ്ടുതന്നെ രാജ്യം നിങ്ങളിൽ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷയ്ക്കൊത്താണോ നിങ്ങളുള്ളതെന്ന് നിങ്ങൾ തന്നെയാണ് വിചിന്തനം ചെയ്യേണ്ടുന്നത്. അതുകൊണ്ട് പൗരുഷത്തിൻ്റെയും അന്തസ്സിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും മാന്യതയുടെയും ഉത്തമ ഗുണങ്ങൾ കൊണ്ട് നിങ്ങൾ അലങ്കൃതരാവുക. തൊഴിലവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അവസരങ്ങൾ നിങ്ങളുടെ വാതിലിൽ വന്നു മുട്ടുന്നത് കാത്തിരിക്കാതിരിക്കുകയും ചെയ്യുക. സ്വന്തമായി അവസരങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക. ഉത്തമ കുടുംബങ്ങളെ വളർത്തെടുക്കുക. അങ്ങനെ സമൂഹത്തിൻ്റെ സൗന്ദര്യമായി നിങ്ങൾ മാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, യുവാക്കളാണ് രാജ്യത്തിൻ്റെ
യഥാർത്ഥ സമ്പാദ്യവും സൂക്ഷിപ്പു സ്വത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ കഴിവും യുക്തിയുമുള്ളവരാവുക. അങ്ങനെ നിങ്ങളെക്കൊണ്ട് രാജ്യത്തിന് സഹായം ലഭിക്കണം. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഗുരുതരമായ വല്ല സാഹചര്യവും വന്നാൽ ദഅശബാബ ഫസ്തശാറഹും, യുവാക്കളെ ഒന്നിച്ചു വിളിക്കുകയും അവരുമായി കാര്യങ്ങൾ കൂടിയാലോചിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ യുവത്വം സാമൂഹിക മാധ്യമങ്ങളോടുള്ള അമിതമായ അഭിനിവേശത്തിലും അടിമത്വത്തിലും നഷ്ടപ്പെടുത്തിക്കളയരുത്. നമ്മുടെ ആയുസ്സിനെ ഇല്ലായ്മ ചെയ്യുന്ന അപകടകരമായ രീതിയിലുള്ള വാഹനമോടിക്കലും അത്തരം കാര്യങ്ങളിലെ ശിക്ഷാ നടപടികളുമായി നശിപ്പിച്ചു കളയരുത്. തലമുറകളായി നാം ശിക്ഷണം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ഉത്തമമായ മൂല്യങ്ങളെ നാം കളഞ്ഞുകുളിക്കരുത്. നന്മയുടെയും വിനയത്തിൻ്റെയും ലജ്ജയുടെയും സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും സഹിഷ്ണുതയുടെയും വിശ്വാസ്യതയുടെയും കൃത്യതയുടെയും മികവിൻ്റെയും ഉത്തരവാദിത്വ ബോധത്തിൻ്റെയും മൂല്യങ്ങളാണ് നാം വളർന്നു വന്ന മൂല്യങ്ങൾ. അന്ത്യനാളിൽ നിങ്ങളുടെ യുവത്വത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരാൾക്കും അന്ത്യനാളിൽ കാലുകൾ മുന്നോട്ട് വെച്ചു സഞ്ചരിക്കാനാവില്ല. ആ 4 കാര്യങ്ങളിൽ പ്രവാചകർ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, വഅൻ ശബാബിഹി ഫീമ അബ്ല. യുവത്വം എങ്ങനെയാണ് വിനിയോഗിച്ചതെന്ന് അല്ലാഹു തആല ചോദിക്കുക തന്നെ ചെയ്യുമെന്ന്. ഈ മഹത്തായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സാഹിബ് സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫിളഹുല്ലാ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിളക്കുമാടവും മുദ്രാവാക്യവുമാക്കി നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ഉഹും ഇലാ അൻ യകൂനു ഹാദിരീന ഫീ മുഖ്തലിഫി മജാലാത്തിൽ അമലിൽ വതനി. രാഷ്ട്രസേവനത്തിൻ്റെ വിവിധ മേഖലകളിൽ അവർ സജ്ജരായിരിക്കണമെന്ന് ഞാൻ അവരോട് ആഹ്വാനം ചെയ്യുന്നു. ഫഹുമുൽ മുഹർരിക്കുൽ അസാസ് ലിമസീറത്തി തൻമിയ വത്തതവ്വുരി ഫിദ്ദൗല. രാജ്യത്തെ പുരോഗതിയുടെയും വികസനത്തിൻ്റെയും സുഗമഗമനത്തിൻ്റെ യഥാർത്ഥ ചാലകശക്തി രാജ്യത്തെ യുവാക്കളാണ്. വഅഹുസ്സുഹും അല തമസ്സുകി ബിഖിയമി മുജ്തമഇന വൽമുഹാഫളതി അല സവാബിതിഹിൽ വതനിയ്യ. നമ്മുടെ ഉത്തമമായ സാമൂഹിക മൂല്യങ്ങളെ മുറുകെ പിടിക്കണമെന്നും രാജ്യത്തെ സുസ്ഥിര സംവിധാനത്തെ സംരക്ഷിക്കണമെന്നും ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.